ഹലോ ഫ്രണ്ട്സ്, ഈ പോകുന്നത് തൃക്കരിപ്പൂരിലെ വീലാൻഡിലേക്കാണ് കേട്ടോ. ഇവിടത്തോട്ടായിട്ട് വന്നതല്ല, നമ്മളൊരു സിനിമ കാണാനായിട്ട് ഇറങ്ങിയതാണ്. സിനിമ കണ്ടിട്ടുണ്ടായി, കാന്തിയാണ് കണ്ടത്. ഉച്ചക്കത്തെ ഷോക്കായിരുന്നു പോയിട്ടുണ്ടായേ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ആദ്യ ഭാഗമൊന്നും എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷെ ലാസ്റ്റോട്ടാകുമ്പോഴത്തേക്കും നല്ല രസമുണ്ടായി. വീലാൻഡിലോട്ട് വരണമെന്ന് കുറേ കാലമായി ഇങ്ങനെ വിചാരിക്കുന്നു, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മണി കുറച്ച് വലുതായി, പിന്നെ ഉമ്മണിക്കും കൂടെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കല്. അങ്ങനെയാണ് ഇതും കുറേ കാലമായി മനസ്സിൽ കയറിക്കൂടിയത്. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ അല്ലേ, അപ്പോഴല്ലേ നടക്കൂ. ഇവിടെ എന്തായാലും നമുക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികളെയും കൊണ്ടൊക്കെ വന്നാൽ ഒരു ഫുൾ ഡേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടാവും. പിന്നെ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഈ ആകാശത്തൊട്ടിൽ അല്ലെങ്കിൽ ജെയിൻ്റ് വീൽ എന്ന് പറയുന്ന ഈ സാധനത്തിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും എന്തോ ഭയങ്കര ഭംഗിയാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ, നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ ഭയങ്കര രസം തന്നെയല്ലേ. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ വേറെ എവിടെയോ ലോകത്തെത്തിയ പോലെ ഉണ്ടാവും. എനിക്കും ഭയങ്കര ഇഷ്ടമായി ഇത്. ഇവിടെ നമ്മൾ കയറുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ എല്ലാത്തിനും കയറാനുള്ള പാക്കേജ് എടുക്കാം. പക്ഷെ നമ്മൾ എൻട്രി ഫീ കൊടുത്തിട്ട് കയറിയതാണ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഓരോ റൈഡിൽ കയറുമ്പം സെപ്പറേറ്റ് പേ ചെയ്യണം. പിന്നെ നമ്മൾ വൈകുന്നേരം എത്തിയത് കൊണ്ട് എല്ലാത്തിലും നമുക്ക് കയറാൻ സമയം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആണ് അങ്ങനെ എടുത്തിട്ട് എൻട്രി ഫീ മാത്രം എടുത്തിട്ട് കയറിയത്. പിന്നെ സന്ധ്യ ആകുമ്പോഴത്തേക്കും വേറൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഭയങ്കര രസമുണ്ടായി. നമ്മളിങ്ങനെ അവിടെ എല്ലാം നടന്ന് കണ്ടു. പിന്നെ ഉമ്മണി കാണുന്നതിലൊക്കെ കയറുന്നുണ്ടായിരുന്നു. ഈ ഉപ്പിലിട്ടത് നമുക്ക് എപ്പോഴും ഒരു വീക്ക്നെസ്സാണ്. ഉപ്പിലിട്ട പൈനാപ്പിളാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഭയങ്കര ഇഷ്ടമാണ്, എത്ര എണ്ണം കിട്ടിയാലും കഴിക്കും. ഇത് ഒരു സംഭവം തന്നെയായിരുന്നു. ഞാൻ ഇങ്ങനത്തെ റൈഡറിലൊന്നും കയറാൻ വേണ്ടി നോക്കയില്ല, പക്ഷെ എന്നെന്തോ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കയറി. അയ്യോ, രസമൊക്കെ ഉണ്ടായി, പക്ഷേ തല ചെറുതായിട്ട് കറങ്ങിയോ എന്നൊരു സംശയം. കാരണം അതിങ്ങനെ വട്ടത്തിൽ ചുറ്റുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഉമ്മണി ഇതിനകത്ത് കയറണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായി കുറേ നേരം. പിന്നെ അവള് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് കയറുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സമ്മതിച്ചു. പിന്നെ അങ്ങനെ നടന്നു, ഭയങ്കര കെയർഫുള്ളായിട്ട് നടക്കുന്നുണ്ടായി. പക്ഷേ എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഉമ്മണി ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോവാത്തതാ. ഇപ്പം ആള് ഭയങ്കര ചില്ലായി വരുന്നുണ്ട്. എല്ലാത്തിലും കയറുമല്ലോ, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.